പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ വലിയ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മക്കൾക്ക് വേണ്ടതെല്ലാം നൽകി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാനസാന്തരം, സമാധാനം, സന്തോഷം, ബുദ്ധി, ഓർമ്മശക്തി, പഠനം, വിജയം, ജോലി, ബിസിനസ് കർത്താവേ, വഴികൾ തുറക്കപ്പെട്ട് എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെട്ട് ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതാന്തസ്സിലേക്ക് വലിയ കരുത്തോടെ പ്രവേശിക്കട്ടെ. തടസ്സങ്ങളെല്ലാം മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കുരിശിന് ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഇടയാകട്ടെ. മക്കളെ ഓർത്തുള്ള വേദനകളും അതിനുള്ള കാരണങ്ങളും അവസ്ഥകളും എടുത്തു മാറ്റി കർത്താവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മേഖല നമ്മുടെ മക്കളുടെ എൻട്രൻസ് ടെസ്റ്റുകൾ, പരീക്ഷകൾ. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളില് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന മക്കള് പല പല എൻട്രൻസുകള്, ഓരോരോ കോഴ്സുകൾക്ക് അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോഴുള്ള എൻട്രൻസുകള്, അതോടൊപ്പം തന്നെ വിദേശ സ്ഥലങ്ങളിൽ PR കിട്ടാൻ വേണ്ടിയുള്ള IELTS ടെസ്റ്റുകള്, ജോലിക്കായിട്ടുള്ള OET അല്ലെങ്കിൽ NCLEX, അങ്ങനെ പല പല പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ദിവസങ്ങളിൽ കുറെ പേര് പറഞ്ഞത് നീറ്റ് എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഈ ഞായറാഴ്ച എന്ന് തോന്നുന്നു പരീക്ഷ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. 127 സങ്കീർത്തനത്തില് 2-ാമത്തെ വചനത്തില് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെ കുറിച്ചും അതിനുവേണ്ടി നേരത്തെ ഉണരുന്നവരെ കുറിച്ചും വൈകി കടന്ന് ഉറങ്ങുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ സ്നേഹത്തോടെ കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് ഞങ്ങൾക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടവരാണെങ്കിൽ ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ മക്കളാ. ആ മക്കളെ അങ്ങേക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് കർത്താവേ, ഈ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഉറങ്ങുമ്പോൾ പോലും അവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ഈ വചനത്തെ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് നൽകണം. ഞങ്ങളുടെ മക്കള് തോൽക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ നിറച്ച് ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി ഞങ്ങളുടെ മക്കൾ ദൈവത്തിൽ ആശ്രയിച്ച് ഈ പരീക്ഷ എഴുതട്ടെ. ഇന്നൊരു അമ്മച്ചെ വിളിച്ചിട്ട് പറയായിരുന്നു, അച്ഛാ, അവള് നന്നായിട്ട് പഠിക്കും, കഷ്ടപ്പെട്ട് പഠിക്കും, പക്ഷെ പരീക്ഷ സമയത്ത് എന്താ പറ്റണെന്ന് അറിയത്തില്ല, ഒക്കെ മറന്നു പോണു, വെപ്രാളം, പേടി, പഠിച്ചതുപോലും എഴുതാൻ പറ്റാത്ത അവസ്ഥയില് കണ്ണങ്ങ് മങ്ങിപ്പോകും. ഇതൊരു കൊച്ചിന് മാത്രം അവസ്ഥയില്ല, അനേകം മക്കളുടെ ഒരവസ്ഥയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില് പ്രത്യേക നിയോഗം വെച്ച് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കളെയും കരങ്ങൾ ഉയർത്തി, കർത്താവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ ഒരാളുടെ മക്കൾക്ക് വേണ്ടിയല്ല. നമ്മുടെ കൂട്ടായ്മയിൽ നമുക്കറിയാം ആയിരക്കണക്കിന് മക്കളുണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പേടിയില്ലാതെ, ആകുലപ്പെടാതെ, ഉത്കണ്ഠപ്പെടാതെ, നിരാശപ്പെടാതെ, ഉറപ്പോടെ, ധൈര്യത്തോടെ, വലിയ ശക്തിയോടെ നമ്മുടെ മക്കൾ പരീക്ഷ അഭിമുഖീകരിക്കണം, എഴുതണം, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കണം. ഇനി ക്ലാസ്സിൽ പറഞ്ഞതുപോലും ആ സമയത്ത് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഈശോ പറഞ്ഞില്ലേ, അവിടെ മുമ്പിൽ നിൽക്കുമ്പോ എന്ത് പറയണം, എങ്ങനെ പറയണം, നിങ്ങൾ ചിന്തിക്കണ്ട.
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഇതുപോലത്തെ ഒരു അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് അഭിമാനത്തോടെ ഈ പരീക്ഷയിൽ അഭിമുഖീകരിച്ച് ദൈവത്തിന്റെ മക്കളാ, ദൈവം സഹായിക്കും, കർത്താവ് യുദ്ധം ചെയ്യും, കർത്താവ് കൂടെയുണ്ട്, എന്നെ കൈവിടില്ല, ആ ഒരു കോൺഫിഡൻസ് അത് ഭയങ്കര. അതിന് ദാവീദ് പറഞ്ഞ് കർത്താവാണ് എന്റെ ഇടയൻ. എനിക്ക് ആ ഒരു ബലം നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. ഒപ്പം ഈ ഒരു അനുഭവം ഈ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റണം. കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൊച്ചു പറയായിരുന്നു, ആ സമയത്ത് കർത്താവ് എന്നെ സഹായിച്ചു, കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി തന്നു. അത് ഭയങ്കര അനുഭവമാണ്. ഭയങ്കരമായിട്ട് പേടിച്ചു പോയതാ. പക്ഷെ ആ സമയത്ത് ഒരു ശക്തി, ഒരു അഭിഷേകം, കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നു. ഭയങ്കര കോൺഫിഡൻസോടെ പരീക്ഷ പറ്റി. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കള്, ക്രൈസ്തവ മക്കള്, പരിശുദ്ധാത്മാവുള്ള മക്കള്, ഈശോ കൂടെയുള്ള മക്കള്, സ്വർഗം സഹായിക്കുന്ന മക്കള്, അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട മക്കള് ആ ഒരു ശക്തിയോടെ, ചൈതന്യത്തോടെ പരീക്ഷ എഴുതണം, ജയിക്കണം. അവർക്ക് എൻട്രൻസ് കിട്ടണം, PR കിട്ടണം, ജോലി കിട്ടണം. എല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, മക്കൾക്ക് വേണ്ടി ഒരുമയോടെ കർത്താവിലേക്ക് കരമുയർത്തി ഹൃദയമൂർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോ ദൈവം ഇടപെടും. ഞാൻ പറയട്ടെ, ഒത്തിരി മക്കള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം മക്കളിൽ സംഭവിച്ച മാറ്റങ്ങള്, സംഭവിച്ച അനുഗ്രഹങ്ങള്, കിട്ടിയ സൗഖ്യങ്ങള്, മാനസാന്തരങ്ങള്, തിരിച്ചുവരവ്, സ്നേഹിക്കല്, ഐക്യപ്പെടല് ഒത്തിരി ഒന്നും പറയുന്നില്ല. കാരണം നമുക്കറിയാം, പ്രാർത്ഥന അച്ഛൻ പറഞ്ഞില്ലേ, പ്രാർത്ഥന വിത്ത് വിതയ്ക്കല, അത് കിട്ടിയിരിക്കും, അതിന് സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അച്ഛൻ വീണ്ടും പറയാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയില് അനേകം മാതാപിതാക്കള് ഒരുമിച്ച് കൂടണം, ഇനി കൂടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചാനലും ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കണം. അവരോട് പറയണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, അനേകരിലേക്ക് എത്തിക്കണം. മക്കൾക്ക് വേണ്ടി ഞാൻ പറയണേ, മക്കൾ ജയിക്കണോ, മക്കൾ നേടണോ, മക്കൾ പരീക്ഷ പാസ്സാവണോ, മക്കൾ പാപത്തിൽ വീഴാതിരിക്കണോ, മക്കളെ പിശാചി പിടിച്ചുകൊണ്ട് പോകാതിരിക്കണോ, മാതാപിതാക്കള് ഒരുമിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കണം. മക്കളും, ഞാൻ ഓർക്ക അനേകം മക്കള് പറയണ്ട, അച്ഛൻ പല സ്ഥലത്തും ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോ മക്കൾ പറയാം, അച്ഛന്റെ പ്രാർത്ഥനയില്, മക്കൾക്കുള്ള പ്രാർത്ഥനയില് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മക്കളും പ്രാർത്ഥിക്കണ്ട്. മക്കളെ, നിങ്ങളെ പ്രത്യേകം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദിവ്യകാര സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ, നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഇതാ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരഫലം കർത്താവേ അങ്ങയുടെ ദാനമാണല്ലോ. അങ്ങ് ദാനമായി തന്ന മക്കളാണ് ഞങ്ങളുടെ മക്കൾ. ആ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും അവരുടെ പരീക്ഷ വിജയത്തിനു വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി, അവര് എഴുതുവാൻ പോകുന്ന എല്ലാ പരീക്ഷകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മക്കളുടെ ശക്തിയും അങ്ങയുടെ മക്കളുടെ കരുത്തും അങ്ങയുടെ മക്കളുടെ ധൈര്യവും അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ആത്മശക്തിയും ഉറപ്പ് നൽകി ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈശോയെ, ഈ ദിവസങ്ങളില് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന മക്കള്, എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതാൻ പോകുന്ന മക്കള്, അഡ്മിഷന് വേണ്ടി പല പല പരീക്ഷകൾ എഴുതാൻ പോകുന്ന മക്കള്, IELTS എഴുതി PR വേണ്ടി പരീക്ഷ എഴുതുന്ന മക്കള്, ജോലിക്കായി OET പോലുള്ള പരീക്ഷ എഴുതുന്ന മക്കള്, NCLEX എക്സാം എഴുതുന്ന മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ മക്കള്, എല്ലാ മക്കളെയും ഈശോയെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അതിശക്തമായ ഇടപെടലിനു വേണ്ടി, അങ്ങയുടെ വലിയ കൃപകൾക്ക് വേണ്ടി,
അങ്ങയുടെ ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ കൂടെ ഈശോയെ അങ്ങുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളെ നയിക്കണം. ശരീരത്തെ, ചിന്തയെ, ബുദ്ധിയെ, മനസ്സിനെ, ഓർമ്മകളെ എല്ലാം ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയ്ക്കായിട്ട് ഏറ്റെടുക്കണമേ, വിജയത്തിനായിട്ട് ഏറ്റെടുക്കണമേ. അങ്ങനെ ദൈവമക്കളുടെ വിജയം, ഉന്നത വിജയം, ഒന്നിനും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആ വലിയ വിജയം ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇതിന് ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, പരീക്ഷ എഴുതുമ്പോൾ മറന്നു പോകുന്ന മക്കള്, ആകുലപ്പെട്ട് പഠിച്ചതുപോലും എഴുതാൻ പറ്റാത്ത മക്കള്, ഈശോയെ ഞങ്ങളുടെ മക്കളുടെ കരങ്ങളെ അങ്ങ് ബലപ്പെടുത്തണം, ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണം, മനസ്സിനെ അങ്ങ് ധൈര്യപ്പെടുത്തണം, എല്ലാം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. കർത്താവേ, അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. കൂടെ ഇരുന്ന് കർത്താവെ ഉള്ളിൽ വസിച്ച്, അങ്ങേക്ക് ഞങ്ങൾ ഉള്ളിൽ വസിക്കാലോ ഈശോയെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളുടെ ഉള്ളിൽ അങ്ങ് വസിക്കുന്നുണ്ടല്ലോ. ആ ഉള്ളിലിരുന്ന് ഉള്ളിൽ വസിച്ചുകൊണ്ട്, ത്രിയേക ദൈവമേ, ഞങ്ങളുടെ മക്കളിൽ വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ പരീക്ഷ എഴുതിക്കണം. ഞങ്ങളുടെ മക്കളെ ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ ഉപകരണങ്ങളായിട്ട് പരീക്ഷ എഴുതട്ടെ എന്ന് പ്രാർത്ഥിച്ച മക്കൾ അതിനു വേണ്ടി ഈശോയെ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ ഉപകരണങ്ങളാകട്ടെ. അങ്ങയുടെ പ്രവർത്തികൾ, അങ്ങയുടെ ശക്തി പ്രകടമായിരിക്കുന്ന ഉപകരണങ്ങളായിക്കൊണ്ട് ആ കൃപയുടെ ജീവന്റെ സമൃദ്ധിയില് ഞങ്ങളുടെ മക്കളെല്ലാവരും പരീക്ഷ എഴുതട്ടെ. പ്രാർത്ഥിക്കും മക്കളെ, എല്ലാവരും കർത്താവിങ്കിലേക്ക് ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി കരമുയർത്തിക്കേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഈ കൂട്ടായ്മയില് അനേക മാതാപിതാക്കള് ലോകത്ത് നാനാഭാഗത്തിരുന്ന് ഒപ്പം അനേക മക്കളും പരീക്ഷാ വിജയത്തിനു വേണ്ടി ദിവികാനുസന്നതിയില് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോ ആ വലിയ കൂട്ടായ്മയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഇതുപോലെ കർത്താവ് വസിച്ച്, കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്താൽ ആവസിക്കപ്പെട്ട്, നയിക്കപ്പെട്ട്, നിയന്ത്രിക്കപ്പെട്ട്, നയിക്കപ്പെട്ട് നമ്മുടെ മക്കള് പരീക്ഷ എഴുതട്ടെ. കർത്താവിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ മക്കൾ കാണട്ടെ. കർത്താവിന്റെ ശക്തി മക്കൾ അനുഭവിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗം, പ്രത്യേകിച്ചും നമ്മുടെ യൂട്യൂബ് ചാനലില് കമന്റ് ബോക്സിലും അച്ഛന് വാട്സപ്പിലും ഫോൺ വിളിച്ചും ഒക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും, ഒപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ പരീക്ഷാ വിജയത്തിനു വേണ്ടി, പരീക്ഷ നന്നായിട്ട് എഴുതാൻ വേണ്ടി എല്ലാം ഓർത്തിരുന്ന് കരുത്തോടെ, ധീരതയോടെ പരീക്ഷ നേരിടാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നിശബ്ദമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച്, കരം ഉയർത്തി ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോ, എങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവിന് മുമ്പിൽ എല്ലാം പരമേൽപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഈശോയെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. അങ്ങയുടെ മക്കളെ കടാക്ഷിച്ച് അനുഗ്രഹിച്ച് എല്ലാ വരദാന ഫലങ്ങളും നിറച്ച് ഈ ആശീർവാദത്തിലൂടെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ, പരീക്ഷ ധീരതയോടെ നേരിടാൻ, പരീക്ഷയിൽ ഉന്നത വിജയം പ്രാപിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശീർവാദം സ്വീകരിക്കാം, അഭിഷേകം കൃപകൾ സ്വീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളുടെ കൂടെ ആയിരുന്ന് മക്കളിൽ വസിച്ച് മക്കളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങൾ
ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കൃപയുടെ ഉപകരണങ്ങളായിട്ട് പരീക്ഷ എഴുതട്ടെ, പരീക്ഷ ജയിക്കട്ടെ. ആമേൻ.